സാറേ, ഹിസ്ബുള്ള നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഹിസ്ബുള്ള തീർന്നോ? യഥാർത്ഥത്തിൽ തീർന്നോ? തീർന്ന ലക്ഷണമാണ്. കാരണം ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അത് അതിന്റെ വേരോടുകൂടി നിമിഷ വേഗത്തിൽ തീർത്തു. അല്ലല്ല, നിമിഷ വേഗത്തിൽ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് 10-20 വർഷമായി. പല സ്റ്റേജുകൾ അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങളും ചോർത്തി അതിനുശേഷം നടത്തിയിട്ടുള്ള വലിയ അടിയാണ്. അത് ഈ ഓപ്പറേഷൻ ഇവർക്ക് 10 വർഷം മുമ്പും വേണം നടത്താൻ വേണ്ടി അവരെ മാറ്റി വെച്ചതെന്ന് വെച്ചാൽ അവർക്ക് ഞാനെന്താ പറഞ്ഞത്, വിശാല ഇസ്രായേലിലേക്ക് അവർ ഓരോ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, ഓരോ സമയക്രമം വെച്ചിട്ടുണ്ട്. അതിന് ആനുപാതികമായിട്ട് ഓരോന്ന് തീർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ യുദ്ധം ഇതിപ്പോഴൊന്നും തീരില്ല. ഈ യുദ്ധം ഇതൊരു കണ്ടിന്യൂസ് വാർഫെയറാണ്. ഇതിൻ്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നത് വിശാല ഇസ്രായേൽ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 50-100 വർഷമാകുമ്പോഴേക്ക് ഉണ്ടാകുന്നത് ലോകാവസാനമാണ്. ബൈബിളിൽ തന്നെ ഞാൻ വായിച്ചല്ലേ ചില എവിടെയൊക്കെ വായിച്ചാണ്, എന്താ 2000 ആണ്ടിൽ ലോകം അവസാനിക്കും എന്നുള്ളൊരു വിശ്വാസം മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്നു ക്രിസ്ത്യൻസിന്റെ ഇടയിൽ. 2000 ആണ്ടിൽ ലോകം അവസാനിച്ചില്ല. 2000 ആണ്ട് കഴിഞ്ഞ് അധികം താമസിക്കുമ്പോൾ ലോകം അവസാനിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2000 ആണ്ടിൽ ലോകം അവസാനിക്കുന്ന വിശ്വാസം ക്രിസ്ത്യൻസിന്റെ ഇടയിൽ മാത്രമല്ല, അത് ഈ ലാറ്റിൻ അമേരിക്കയിലെ ട്രൈബ്സിന്റെ ഇടയിലുണ്ട്. അത് ശക്തമായ വിശ്വാസം. അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റേ സിനിമ വന്നത്. 2000 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഹോളിവുഡിൽ. ഭൂമി മൊത്തം ഈ സുനാമിയൊക്കെ വന്നിട്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സിനിമ. അത് ബേസ് ചെയ്തുകൊണ്ടാണ്. അവരുടെ ഈ ലാറ്റിൻ അമേരിക്കക്കാരുടെ പൗരാണിക നോളജ് കുറേയൊക്കെ എന്തൊക്കെ നമുക്ക് പിടികിടാത്ത സത്യങ്ങളുണ്ട്. പറയപ്പെടുന്നത് വെച്ചാൽ അവർക്ക് ഏലിയൻ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏലിയൻസ് അവരെ ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ ഒരു സർക്കിൾ അനുസരിച്ച് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ മഹാപ്രളയം ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ഈ സ്പേസിലെ ഭൂമിയുടെ സോളാർ സിസ്റ്റത്തിൽ ഭൂമിയുടെ ഈ സ്പേസിന് വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ്. മറ്റ് ചില ഗ്രഹങ്ങൾ, മറ്റ് ചില ഗാലക്സികളൊക്കെ നമ്മുടെ ഗാലക്സിൻ്റെ അടുത്തോടെ പോകുമ്പോൾ ഇവിടെ വലിയ പ്രളയങ്ങളുണ്ട്. ഇതൊരു സർക്കിളാണ്. ഇപ്പോൾ ഹിന്ദുമതത്തിൽ നിങ്ങൾ യുഗങ്ങൾ കാണാൻ പറ്റും. ഈ യുഗങ്ങളുടെ അവസാനം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മഹാപ്രളയമാണ്. പിന്നെ രണ്ടാമത് സൃഷ്ടി നടക്കുകയായി. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ശാസ്ത്രബോധം വെച്ച് നോക്കുക, നമ്മളതൊക്കെ കള്ളത്തരാന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇതൊരു പൗരാണികമായ നോളജാണ്. ബൈബിളും ഈ ഹിന്ദു ഗ്രന്ഥങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഈ ആദിവാസികളായിട്ടുള്ള വളരെ റിമോട്ടായി താമസിക്കുന്ന ആളുകൾക്ക് അവർക്കുണ്ട് ഈ ഇതുപോലെയുള്ള ബൈബിൾ പോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ. അത് എഴുതി വെച്ചോ നയിക്കുക. അവരുടെ ഓർമ്മകൾ കഥകളാണ്. ആ കഥകൾ ഇതുണ്ട്. ആ കഥകളിൽ ഈ പ്രളയവും സംഭവമുണ്ട്. അപ്പോൾ ഒരു പ്രളയവും ഉൽക്കാവീഴ്ചയൊക്കെ ഭൂമിയിൽ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 2 ലക്ഷം വർഷമാവും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ രീതിയിൽ മനുഷ്യൻ ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് 10,000 വർഷമായിട്ടുള്ളൂ. 10,000 വർഷം. അതാണ് നമ്മുടെ ഹിസ്റ്ററി. ഇത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്ന പീരീഡ്. ചരിത്രം മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങി. എന്നാലും ഒന്നും എഴുതപ്പെട്ടതൊന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. ചിത്രങ്ങളൊക്കെ വരച്ചു തുടങ്ങിയത് ഇത് 10,000 വർഷമായിട്ടുള്ള നമ്മുടെ ചരിത്രം. ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളും അതിനുശേഷം കൂടുതൽ ചിട്ടയായി ക്രമപ്പെടുത്തിയ ഓർമ്മകളിലാണ് ഈ കഥകൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള ശാസ്ത്രത്തിൽ നേരിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഓർമ്മകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഓർമ്മകളെ പറ്റി പഠിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജോണിന് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാൽ ജോണിന് കുറച്ച് കഴിയുമ്പോൾ ജോൺ എന്നെ മറന്നു പോകും. ഒരു 10-20 വർഷം കഴിഞ്ഞ് ജോൺ എന്നെ എവിടെയും കാണുമ്പോൾ ഇവിടെ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് പറയുന്ന അവസ്ഥ വരും. പെട്ടെന്ന് അതിനിടയ്ക്ക് ജോണിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ജോണിനെ ഞാനിപ്പോൾ ഒരു കാരണമില്ല മുഖത്ത് നല്ലൊരു അടി തന്ന് ഉണ്ടല്ലോ, ജോൺ പിന്നെ ഒരു കാലത്തില്ല മറക്കത്തില്ല. അത് വെച്ചാൽ നമ്മളെ ആ സമയത്ത് നമ്മുടെ തലയിലൂടെ അതിശക്തമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവും. ആ ചാലുകൾ അങ്ങനെ തന്നെ കിടക്കും, മരിക്കുന്നവരെ കിടക്കും. ചില ഓർമ്മകൾ അങ്ങനെയാണ്. അതുകൊണ്ട് അൽഷിമേഴ്സ് വന്ന ആളുകൾക്ക് പോലും അവരുടെ പ്രിയപ്പെട്ട ചില ഓർമ്മകൾ, ഏറ്റവും വെറുക്കപ്പെടുന്ന ഓർമ്മകളും അവരുടെ ഓർമ്മകളിലുണ്ടാവും. ബാക്കി എല്ലാവരോടും മറന്നു പോകും. മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ മറ്റേ ഇതുണ്ടല്ലോ തന്മാത്രയില്. അപ്പൊ തന്മാത്രയിലെ അയാളുടെ ആഗ്രഹമാണത്, മകനെ IAS തന്നെ. ആ ആഗ്രഹം അയാളെ അവസാനം വരെ ഉണ്ട്. അപ്പൊ അയാളെ അയാളുടെ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത കാന്തിക പ്രവാഹം നടന്നിട്ടുള്ളത് ആ ഒരു വിഷയത്തിലാണ്. അതുപോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു ലോകാവസാനത്തിലേക്കുള്ള പോക്കാൻ എനിക്ക് നല്ല തോന്നുന്നുണ്ട് ഈ വിഷയം. ഞാൻ ചോദിക്കുന്നത്, ഇത് സമ്പൂർണ്ണ വിജയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന എല്ലാം നേടുകയാണ്, തടസ്സമൊന്നുമില്ല, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, വെൽ പ്ലാൻഡ് ആണ്. അപ്പൊ സമ്പൂർണ്ണ വിജയത്തിലേക്ക് പോവുകയാണോ ഇസ്രായേൽ? അല്ല, സമ്പൂർണ്ണ വിജയത്തിലേക്കാണ് സോഫ പോകുന്നത്. അതിനിടയ്ക്ക് ഉണ്ടാ സംഭവിക്കുന്ന പക്ഷെ അത് സമ്പൂർണ്ണ വിജയം ടൈം എടുക്കും. 50 വർഷമൊക്കെ എടുക്കും. അത് അങ്ങനെ ഓരോ ഘട്ടത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ന്യൂക്ലിയർ പൊലിഫറേഷൻ സംഭവിക്കും.
ഈ ന്യൂക്ലിയർ പൊലിഫറേഷൻ സംഭവിക്കാതിരിക്കാൻ അവർ പാകിസ്ഥാനിൽ നോഞ്ഞ് ചെയ്തിട്ടുണ്ടോ നോർത്ത് കൊറിയയിൽ നോഞ്ഞ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് അവരുടെ അതിൽ വേറെ മരുന്നുണ്ടോന്നുണ്ട്. പക്ഷേ അതിനൊരു സാധ്യത വളരെ കൂടുതലാണ്. മക്കയും മദീനയൊക്കെ പിടിച്ചിട്ട് ഈജിപ്റ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മദീനയും പിടിക്കുമോ? കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആരോ ഒരാൾ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു, അത് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മക്കയും മദീനയും ഒന്നും അവരുടെ ലക്ഷ്യമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ അക്കോർഡിംഗ് ടു വിൻസെന്റ് ഈ പശ്ചിമേഷ്യയിലെ വിഷയത്തിലാണ് വിൻസെന്റിന്റെ അനലകൃത വിൻസെന്റ് ഉണ്ടല്ലോ, വിൻസെന്റിന്റെ റിസർച്ച് പശ്ചിമേഷ്യൻ വിഷയത്തിലാണ്. അപ്പോൾ വിൻസെന്റ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ വിൻസെന്റ് പറയുന്നുണ്ടായിരുന്നു, സിയോണിസ്റ്റുകളുടെ ആദ്യത്തെ ലക്ഷ്യങ്ങളൊന്നാണത് മക്കയും മദീന ഉൾപ്പെടെ പിടിക്കുക എന്നുള്ളത്. ഈ ഇസ്രായേൽ ആഗ്രഹത്തിലേക്ക് അവരുടെ വിശാല ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്നത് പോലെ ഈ ഫെർട്ടൈൽ ക്രസന്റ് ഏരിയയാണ്. ലെബനോൻ, സിറിയ വരും, ഈജിപ്തിൻ്റെ ചില ഭാഗങ്ങൾ വരും, സൗദി അറേബ്യയുടെ ഒക്കെ ടർക്കിൻ്റെ ഒക്കെ അതിർത്തിയിലൂടെ അങ്ങ് കടന്നു പോകും. പക്ഷേ വിൻസെന്റ് വെറുതെ പറയില്ല, ഞാൻ പറഞ്ഞു അതൊരു വലിയ അബദ്ധമായി മാറത്തില്ലേ? അതൊരു ദിവസത്തെ അല്ലല്ലോ. ആദ്യം ഇസ്രായേല് മുമ്പ് നിങ്ങൾ 1940 ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 1940 ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 1940 ഇസ്രായേൽ എന്നൊരു രാജ്യം സ്ഥാപിക്കുന്ന ആളുകൾ ചിരിക്കുകയായിരുന്നു. ഈ ചിരിയാണ് പണ്ട് അറബികൾ ചിരിച്ചത്. കാരണം അവർ നോക്കുക ജൂതന്മാർ സ്കാറ്റേഡ് ആയിട്ട് അറബികളിലൊക്കെ ദയകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം, ലോകത്ത് ഒരു പ്രധാനപ്പെട്ട വിഭാഗം അവർ മൊത്തം വേട്ടയാടുന്നു. ഈ മുസ്ലിംസും ഹിന്ദുക്കളൊക്കെ കുറച്ച് അവരെ സഹായിക്കുന്നു. അതുകൊണ്ട് പലരുടെയും ദയ കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം, മനസ്സിലായോ? അപ്പം ഇവരെന്ത് ചെയ്യാനാണ് ആലോചിച്ചത്. പക്ഷെ അവരാണ് ചെയ്തത്. ഈ ആധുനിക ലോകം എന്ന് പറഞ്ഞ സാധനം അവന്മാരുണ്ടാക്കിയതാണ്. ആദ്യം മനസ്സിലാക്കി, അവന്മാരുണ്ടാക്കിയതാണ് ഈ ആധുനിക ലോകം. നമ്മൾ ഈ കാണുന്ന ജനാധിപത്യം, സോക്കോൾഡ് യൂറോപ്യൻ സെക്കുലറിസം, ഈ ലോകം അവരുണ്ടാക്കിയതാണ്. കാരണം അവർക്ക് സെക്കുലേഴ്സ് ഉണ്ടെങ്കിലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് ജനാധിപത്യം ഉണ്ടെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ പവർ ബീൽഡ് ചെയ്യാൻ പറ്റും. രാജഭരണമാണെങ്കിൽ അവർക്ക് പറ്റില്ല. കാരണം രാജഭരണത്തിൽ പൈസ കൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ ഇലക്ട്രോറൽ പൊളിറ്റിക്സിൽ പൈസയാണ് പ്രധാനം. പൈസ വയ്ക്കാലേ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് ഹിറ്റ്ലർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലർ പറഞ്ഞ ഇനി ചില മണ്ടന്മാരോട് പറയുക, ഹിറ്റ്ലർ ഇത് പറഞ്ഞത് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം. ഇവർ പറയുന്ന ഗ്രാൻഡ് മുഫ്തി ഹിറ്റ്ലറിനെ കാണാൻ പോയത് 41 ഒന്നാം ലോകമായ 1819 കഴിഞ്ഞ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത് 20-ൻ്റെ 30-ൻ്റെ ഇടയിൽ. ആ കാലഘട്ടത്തിലാണ് ഹിറ്റ്ലറിൻ്റെ ലിറ്ററേച്ചർ മൊത്തം വരുന്നത്, മെയിൻ കാഫൊക്കെ വരുന്നത്. അതിൽ എഴുതി വെച്ച കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പം അത് സത്യമാണ്. അവരുണ്ടാക്കി ആധുനിക ലോകം മൊത്തം അവരുണ്ടാക്കിയതാണ്. അവരെ പൈസ ഉണ്ടായിരുന്നു. അവർ ഈ കൊടിയ പീഡനങ്ങൾക്കിടയിലെല്ലാം തന്നെ പൈസ കച്ചവടം നടത്തി, പൈസ സമാഹരിച്ചു. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു രാജ്യത്തെ സഹായിച്ചു. അധികം മുസ്ലിം രാജ്യങ്ങളാണ് അവർ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സ്പെയിൻ പണ്ട് മുസ്ലിം സാമ്രാജ്യമായിരുന്നു. അതിനെ റീകോൺക്വസ്റ്റ നടത്തിയിട്ടാണ് ഈ റോമൻ സഭ തിരിച്ചു പിടിച്ചത്, സ്പെയിനും പോർച്ചുഗലും. അങ്ങനെ സ്പെയിനിൽ ഇസ്ലാമിക ഭരണമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം അനുഭവിച്ചത് ഇവരാണ്. അത് ജൂതന്മാരാണ്. അവരുടെ 2ാം സുവർണ്ണ കാലഘട്ടം എന്നാണ് അത് പറയപ്പെടുന്നത്. അവർക്ക് മുസ്ലിങ്ങളോട് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. അവരുടെ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രോബ്ലം ഈ കാലത്ത് തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു കാലഘട്ടം തുടങ്ങിയതാണ്. ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അവർ തുർക്കിയിലെ ചക്രവർത്തിനാണ് ആദ്യം പോയി കണ്ടത്. എന്തിന്? അവർക്ക് പലസ്തീൻ്റെ ഒരു രാജ്യം വേണം. അങ്ങനെ എന്ത് ചെയ്തു? എൻ്റെ അറബ് മുസ്ലിം സഹോദരങ്ങളെ വഞ്ചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അതിനാണ് ബ്രിട്ടനിൽ പോയി കാണാൻ. ഇറ്റലിനല്ല പോയി കണ്ടത്. ഇറ്റലി കത്തോലിക്ക രാജ്യമല്ലേ. ബ്രിട്ടൻ എന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റന്റ് രാജ്യമല്ലേ. അപ്പോൾ അവിടെ പോയി കണ്ടു. അപ്പോൾ അവർ അതായത് ബ്രിട്ടീഷുകാരിങ്ങനെ പിന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ബ്രിട്ടൻ ഇന്ന് കാണുന്ന സ്റ്റാച്ചിൽ ബ്രിട്ടൻ വന്ന ഈ 2 ലോകമഹായുധങ്ങൾ ജയിക്കുന്നതോട് കൂടിയിട്ടാണ്. ഇന്നിട്ട് ഈ ഒരു പേരുമല്ലേ, അല്ല അന്നേ ബ്രിട്ടൻ തകർന്നു പോവുകയായിരുന്നു. അപ്പം ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ ജയിപ്പിക്കുന്ന ഇവരുടെ ബുദ്ധിയും ഇവരുടെ പണമാണ്. അത് ജർമ്മനി എന്നോട് ഇവർ സഹായിച്ചു. അതുകൊണ്ടാണ് ജർമ്മൻകാർക്ക് ഇത്രയും ഹിറ്റ്ലർ പറഞ്ഞൊക്കെ ശരിയാണെന്ന് അവർ വിശ്വസിക്കാൻ കാരണം. അപ്പോൾ ഈ ആധുനിക ലോകം അവരുണ്ടാക്കിയതാണ്, അവരുടെ ടൈം പ്ലാനാണ്. ഈ ടൈം പ്ലാനാണ് അവരിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളിൻ്റെ ഉള്ളിൽ അവിടെ നൊഞ്ഞ് കയറിയിട്ട് ഇപ്പോൾ ABC അവർക്ക് താക്കണമെങ്കിൽ അവർ ഒരേ സംബന്ധം താക്കുന്നല്ലേ. ABCയിലേക്ക് ആദ്യം അവർ നൊഞ്ഞ് കയറും. എന്നിട്ട് വേണമെങ്കിൽ ABC ഒക്കെ താക്കണമെങ്കിൽ 2-4 വർഷം മതി. 4 വർഷം കൊണ്ട് അവർ താക്കും. എന്തായാലും നമുക്ക് നസറുള്ള, ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ആ വാർത്ത. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ നസറുള്ളയുടെ മകൾ സൈനബ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയുമുണ്ട്. 2 വാർത്തകളും വരുവാണ്. അതായത് ഹിസ്ബുള്ളയെ മുച്ചൂടും മുടിക്കുന്നു എന്നുള്ള വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ല, മുച്ചൂടെയും മുടിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ല, അത്
അത് കഴിഞ്ഞു. ഹിസ്ബുള്ള ഇസ് ഫിനിഷ്ഡ്. അത് ഘട്ടം ഘട്ടം നിങ്ങൾ യുദ്ധത്തിന്റെ ഗതിയാണ്. ആദ്യം അവർ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇല്ലാതാക്കി, ഹമാസിന് ഉപയോഗിച്ചു. ഹമാസാണെങ്കിൽ 5-ാം പത്തി. ഹമാസിനെ അവർ നേരിട്ട് ഇല്ലാതാക്കി. ഹിസ്ബുള്ളതിൻ്റെ ഉള്ളിൽ പടർന്ന് കയറിയിട്ട് എന്ത് ചെയ്തു? സകല മേഖലയെ അവർ ഉള്ളിൽ നിന്ന് തകർത്ത് കളഞ്ഞു. പിന്നെ പുറത്തുനിന്ന് എയർ സ്ട്രൈക്കോട് കൂടിയ കംപ്ലീറ്റ് ആയി. ഹിസ്ബുള്ള ഈസ് ഓവർ. ഇനി അടുത്തത് സിറിയ. അപ്പൊ ആ രീതിയിലുള്ള പ്ലാനിങ് ആണ്. ഈ പ്ലാനിങ് ഇവിടെ നിൽക്കില്ല. ഈ പ്ലാനിങ് ഇത് കഴിഞ്ഞിട്ട് ഇവരെ ഒരു ഗ്ലോബൽ ഡോമിനൻസ് ഉണ്ട്. ഈ ഗ്ലോബൽ ഡോമിനൻസ് ഇപ്പൊ ഉണ്ട് അവർക്ക്. അത് അമേരിക്ക വഴിയാണ് അവർ നിലനിർത്തുന്നത്. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ വഴി നിലനിർത്താൻ നോക്കും. അവിടെയാണ് അടുത്ത കോൺഫ്ലിക്റ്റ്. സാമുൽ ഹണ്ടിനെ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്നത് തിരിച്ച് മധ്യ കാലഘട്ടത്തിലെ കോൺഫ്ലിക്റ്റ് തിരിച്ചു വരും. വൺസ് മുസ്ലിംസിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ് വരാൻ. മറ്റൊരു മതവിഭാഗത്തോടുള്ള അവരുടെ അതിശക്തമായ വെറുപ്പ് ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. അടുത്ത അവർ പ്രതികാരം ചെയ്യാൻ പോകുന്നത് ഇവരോടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായി സാമുൽ ഹണ്ടിങ്ങിൻ്റെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് വിദൂര ഭാവിയിൽ. അതെനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരേണ്ട സാധ്യതയില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ ബിസിനസ് ക്ലാസ് ലോകത്ത് വലിയ ശക്തമാവുകയും അവർ ജൂയിഷ് ബിസിനസ് ക്ലാസ്സും ഇന്ത്യൻ ബിസിനസ് ക്ലാസ്സും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ആവാനായിരുന്നു സാധ്യത. അപ്പോൾ ഇങ്ങനെ സാമുൽ ഹണ്ടിങ്ടൺ ആണ് ഈ കൃത്യമായിട്ട് ഇന്ന് കാണുന്ന ഈ ഫൈറ്റുകളെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന കാര്യം, ഇതൊരു കണ്ടിന്യൂസ് ആണ്. ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 500 വർഷമായിട്ട് അവർ പതുക്കെ ഡോമിനൻസ് നേടിക്കൊണ്ടിരിക്കുക. ഒരു 100 വർഷമായിട്ട് അവരുടെ ഡോമിനൻസ് വിസിബിളാണ്. 50 വർഷമായിട്ട് അവരുടെ ഡോമിനൻസ് ഒരു ഇതെല്ലാവരും അംഗീകരിച്ചതാണ്. ഇങ്ങനെ എത്തിയിട്ട് ജൂതന്മാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. മൊത്തം ആളുകൾ മറ്റുള്ളവരെ വെറുപ്പിക്കും. ഇവിടെ നിന്നാണ് ജൂതൻ്റെ ഫെയിലർ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇന്റേണൽ കോൺഫ്ലിക്റ്റും തുടങ്ങും. പക്ഷേ അതിൽ ഇവർ നമ്മളെ ഇവാഞ്ചലിസ്റ്റ് സൊസൈറ്റി ഇവാഞ്ചലിക്കൽസ് പറയുന്നത് ഇതിൻ്റെ അവസാനം അവർ എന്ത് ചെയ്യും? ജീസസിനെ അംഗീകരിക്കും. വിശാല ഇസ്രായേൽ വരും, അവർ ജീസസിനെ അംഗീകരിക്കും. ജീസസിനെ അംഗീകരിക്കുന്നവർ ക്രിസ്തുരാജ്യം സ്ഥാപിക്കപ്പെടും. അങ്ങനെ ബൈബിളിൽ പറയുന്ന പോലെ കാര്യങ്ങൾ പര്യവസായി ആവും എന്നാണ്. പക്ഷേ ജൂതന്മാരുടെ സ്വഭാവം വെച്ച് അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല, അവർ പിടിച്ച പല സ്ഥലങ്ങളും വിട്ടുകൊടുത്തില്ലേ? അത് വിട്ടുകൊടുത്താൽ എന്താ അറിയോ? ആ സമയത്ത് വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് വലിയ ഗുണമുണ്ടായി. ഈജിപ്തിൻ്റെ സഹായം കിട്ടി. ഈജിപ്റ്റ് അവരുടെ കൂടെ അലയൻസിൽ വന്നു. അലയൻസ് അല്ല, അവർ അംഗീകരിച്ചു. ജോർദാൻ അംഗീകരിച്ചു. ഇതിന് അപ്പോൾ അവർക്ക് ലോകത്തിൽ ആക്സെപ്റ്റൻസ് കൂടി. ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തി ഇന്ത്യ അവരെ ഒഫീഷ്യലായിട്ട് അവർ അംഗീകരിച്ചു. സൗദി അവരുടെ ഒരു ചർച്ച ഉണ്ട്. ഇതൊക്കെ അവരുടെ പ്ലാനാണ്. മനസ്സിലായില്ലേ? വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു പ്ലാനാണ്. അത് മൊത്തം ഭാവി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.